ചില ദിവസങ്ങളിൽ നമ്മൾ കടല വെള്ളത്തിലിടാൻ മറന്നു പോകില്ലേ, ആ ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റിയൊരു നല്ല ഹാക്കാട്ടോ. ഒരു കാസ്ട്രോൾ എടുക്കുക, ആവശ്യത്തിന് കടല ഇടുക, നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അത് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ തുറന്ന് നോക്കുക. അപ്പോൾ നമ്മൾ രാത്രി കുതിരാൻ വെക്കില്ലേ, അതുപോലെ കുതിർന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ അതെടുത്ത് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതുപോലെ മറന്നു പോണ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അരിപ്പുട്ട് കഴിച്ച് മടുത്തിരിക്കണവർക്കുള്ള ഒരു റെസിപ്പിയാണ് ഇത്. കപ്പപ്പുട്ടാട്ടോ. അതിന് വേണ്ടിയിട്ട് കപ്പയുടെ പൊടിയില്ലേ, അത് 1 കപ്പ് എടുക്കുക. അതിലേക്ക് നമ്മുടെ പുട്ടുപൊടിയില്ലേ, അത് 1/2 കപ്പ് എടുക്കുക. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് നനയ്ക്കുക. സാധാരണ വെള്ളം മതി, ചൂടുവെള്ളമൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ നനച്ച് ഒരു 20 മിനിറ്റ് വെക്കണേ. അത് കഴിഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരയ്ക്കേണ്ട, ഒന്ന് ക്രഷ് ചെയ്താൽ കട്ടയൊക്കെ പൊടിഞ്ഞ് നമുക്ക് നല്ല തെരുതെരുവെന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് കിട്ടും. പിന്നെ സാധാരണ പുട്ടുറ്റിയിൽ തേങ്ങയിടുക, പൊടിയിടുക, തേങ്ങയിടുക, പൊടിയിടുക, അങ്ങനെ മാറി മാറി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ആവി തന്നെ പുട്ടുറ്റിയിൽ വെച്ച് നല്ലതുപോലെ പുഴുങ്ങിയെടുക്കുക. ഇത് നമ്മളെപ്പോഴും കഴിക്കണതിന് തൊട്ട് മുമ്പ് വേണം കേട്ടോ ഇത് ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ അത് ഇങ്ങനെ ഭയങ്കര കട്ടിയായിട്ട് തോന്നും. എന്തിൻ്റെ കൂടെയും കഴിക്കാം, പക്ഷേ ഇത് ചുമ്മാ ചൂടോടെ കഴിക്കാനും അടിപൊളിയാട്ടോ. മടി പിടിച്ചിരിക്കണ സമയങ്ങളിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ റെസിപ്പിയാട്ടോ. വേറൊന്നുമില്ല, കുറച്ച് സവാള കൊത്തിരിയ, അതിൽ കുറച്ച് ഉപ്പിട്ട് വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ വഴറ്റുക. അതിൽ കുറച്ച് ഇടിച്ച മുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചതിന് ശേഷം നമ്മൾ 2 മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. അത് നല്ലതുപോലെ ചിക്ക് ചെയ്തെക്കുക. നേരിട്ട് അങ്ങ് ഒഴിച്ചാൽ മതി. ഇനി അതിന് പ്രത്യേകിച്ച് പാത്രം എടുത്ത് ആ പാത്രവും കഴുകേണ്ട ആവശ്യമില്ല. അതിലേക്ക് നേരിട്ട് പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ആയി വരുമ്പോഴത്തേക്കും സംഭവം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അതുമല്ല, അപ്പത്തിനായാലും അതെ, ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെയും ചേരും കേട്ടോ. ഇടിയപ്പം ഞാൻ അങ്ങനെ ചില നേരം മടി വരുമ്പോൾ ഞാൻ ചെയ്യണ പരിപാടിയാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോയി വരുമ്പോഴും ഒക്കെ ചെയ്യണ പരിപാടിയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഒരുപാട് കറി വേണ്ടാത്തവർക്ക് ഇഷ്ടപ്പെടുന്ന വിഭവമാണ്. ചെയ്ത് നോക്കൂ. ഇതൊരു വൈറൽ മത്തി ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ചാളയൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മിക്കവരും ഉണ്ടാക്കി കഴിഞ്ഞു. ഉണ്ടാക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് ചുവന്നുള്ളി, ഇതെല്ലാം നല്ലതുപോലെ ചതച്ച് അതും ഇതിലേക്കിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിന് ശേഷം മാത്രം വേണം ഫ്ലെയിം ഓണാക്കാൻ. എന്നിട്ട് ഫ്ലെയിം ഓണാക്കുക. എന്നിട്ട് അത് നല്ലതുപോലെ അതിൽ വഴറ്റുക. ഒരു ഏകദേശം പച്ചമണം മാറുന്ന പോലെ വഴറ്റിയാൽ മതി. എന്നിട്ട് നമ്മൾ ആ മീനെല്ലാം അതിലേക്ക് അടുക്കി പെറുക്കി വയ്ക്കുക. എന്നിട്ട് കുറച്ച് നാരങ്ങ, ഒരു പകുതി നാരങ്ങയുടെ പകുതി മതി കേട്ടോ, അതൊഴിക്കുക, മൂടി വയ്ക്കുക. എന്നിട്ട് അത് ഇപ്പം മീനിന് തന്നെ നല്ല എണ്ണ വരും കേട്ടോ. ചാളയ്ക്ക് നല്ല നെയ്യ് ഉണ്ടാവുമല്ലോ. അതിൽ കിടന്നിങ്ങനെ മൊരിയുമ്പോൾ നല്ല അടിപൊളി മണം കേട്ടോ. എന്നിട്ട് അത് നല്ലതുപോലെ എനിക്ക് തന്നെ പറയാൻ പറ്റണേ, തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഉടഞ്ഞു പോവാതെ തിരിച്ച് മറിച്ചിടുക. എന്നിട്ട് അരപ്പൊക്കെ അതിലേക്ക് നല്ലതുപോലെ മുകളിലേക്കാക്കി റെഡിയാക്കി വയ്ക്കുക. വീണ്ടും അടിച്ച് വയ്ക്കുക. എല്ലാം ഇത് സിമ്മിൽ വേണം കേട്ടോ ചെയ്യാൻ. തീ ഒരിക്കലും കൂട്ടി വയ്ക്കരുത്. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിം ആയിരിക്കണം. എന്നിട്ട് നല്ലതുപോലെ മൊരിച്ചെടുക്കുക. ഇച്ചിരി മൊരിച്ചിൽ കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാം. ചോറിനൊക്കെ ആണെങ്കിൽ ഒന്നും കൂടെ നല്ല ഡീപ്പ് ഫ്രൈ ആക്കണവർക്ക് അങ്ങനെയും ചെയ്യാം. സംഭവം കിടുവാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ചാള ഫ്രൈ ആണ്. ചെയ്യാത്തവർ ചെയ്ത് നോക്കുക കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓക്കെ, ബൈ. ഇന്ന് നമുക്ക് അച്ചിങ്ങപ്പയറും ചെമ്മീനും വെച്ചൊരു ഉപ്പേരി ഉണ്ടാക്കിയാലോ. അതിൽ തന്നെ നമ്മൾ അച്ചിങ്ങപ്പയർ നല്ലതുപോലെ നന്നാക്കി ക്ലീൻ ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് ചെമ്മീൻ ഇടുക. ചെമ്മീൻ കുഞ്ഞു ചെമ്മീനാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും കേട്ടോ. ചെമ്മീൻ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കുക.
എന്നിട്ട് പാൻ വയ്ക്കുക, അതിലേക്ക് കടുക് ഇടുക, കുറച്ച് ചുവന്നുള്ളി ഇടുക, 2 അല്ലി വെളുത്തുള്ളി ഇടുക കേട്ടോ. ഞാനത് ഇട്ടതിൻ്റെ വീഡിയോ ഇതിൽ വന്നില്ലായിരുന്നു. അപ്പോൾ അതിടുക, കറിവേപ്പില ഇടുക. നല്ലതുപോലെ മൂത്തതിന് ശേഷം ഇടിച്ച മുളകും കുറച്ച് മുളക് പൊടി ഇടുക. എന്നിട്ട് നല്ലതുപോലെ മൂത്തതിന് ശേഷം നമ്മൾ ആ വേവിച്ച് വെച്ച പയറും ചെമ്മീനും കൂടെ അതിലേക്ക് ഇടുക. മൊത്തം ഇളക്കുക, വെള്ളം പറ്റുന്നവരെ ഇളക്കി നല്ലതുപോലെ യോജിപ്പിക്കുക. സംഭവം റെഡി. ബിഗിനേഴ്സിന് ഇതൊരു ഉപകാരമായിരിക്കും കേട്ടോ. ബാക്കിയുള്ളവർക്കൊക്കെ അറിയായിരിക്കും. താങ്ക് യു. ഒരു പ്രാവശ്യം നിങ്ങൾ മീൻ കറി ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കുക. ഒരു പാൻ അടുപ്പത്ത് വെക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഇടുക. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ തക്കാളി, ഒരു കൈപ്പിടി ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം നല്ലതുപോലെ വഴറ്റി വന്ന് കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അതും നല്ലതുപോലെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങ ഇടുക. ഈ തേങ്ങ ഇട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അത് വറുക്കുകയൊന്നും വേണ്ട. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം അത് നല്ലതുപോലെ അരച്ച് നമ്മൾ മീൻ വയ്ക്കുന്ന ചട്ടിയിലേക്ക് ഒഴിച്ച്, ഞാൻ 2 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് ഒഴിക്കുക, പാകത്തിന് ഉപ്പ് ചേർക്കുക, കറിവേപ്പില ഇടുക. നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾ മീനിടുക. എന്ത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിതിൽ ഇപ്പോൾ ഇട്ടേക്കണ കാളാഞ്ചിയാണ്. നമുക്ക് നെയ്മീനോ അവോലിയോ എന്ത് മീനോ ഇതിന് വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മീൻ കറി വെച്ച് നോക്കണേ. സൂപ്പർ മീൻ കറി ആട്ടോ. എന്നിട്ട് നല്ലതായിട്ട് മീനെല്ലാം വെന്ത് കഴിയുമ്പോൾ നമ്മൾ സാധാരണ പോലെ വെളിച്ചെണ്ണയിൽ ഉലുവ, കുറച്ച് ചുവന്നുള്ളി, കറിവേപ്പില, കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടു കേട്ടോ. അടിപൊളി മീൻ കറിയാണ്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇഫ ചിക്കൻ്റെ റെസിപ്പി ആട്ടോ. എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും ഇത് ഉണ്ടാക്കില്ലേ ഭയങ്കര നഷ്ടമായി പോയാനേ കേട്ടോ. അതിന് ആവശ്യമായത് നമ്മൾ സാധാരണ ചിക്കന് ചേർക്കുന്ന മസാലകൾ, അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, കുറച്ച് വിനാഗിരി എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ മാഗ്നേറ്റ് ചെയ്ത് ഒരു 2-3 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ. 1 മണിക്കൂർ എന്തായാലും വെക്കണം, റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക, ഈ ചിക്കൻ എടുത്തിടുക, നല്ല മൂടി വെച്ച് വേവിക്കുക കേട്ടോ. മൂടി വയ്ക്കുമ്പോൾ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് വേകുക. നല്ല തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഞാനത് നന്നായിട്ട് വേവിച്ച് ആ വെള്ളമൊക്കെ അതിലേക്ക് പറ്റി ചേർന്നു കേട്ടോ. എന്നിട്ട് ഇനി അതിൻ്റെ മുകളിലേക്കുള്ള ക്രീമിന് ആവശ്യമായിട്ട് 1 കോഴിമുട്ട, 2-3 അല്ലി വെളുത്തുള്ളി, 1 സ്ലൈസ് ചീസ്, പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം, 1 പിഞ്ച് ഉപ്പ്, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ. അത് നല്ലതുപോലെ മിക്സിയിലടിച്ച് നല്ല ക്രീമായിട്ട് വന്നു കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ക്രീമായിരിക്കണേ. എന്നിട്ട് അത് എല്ലായിടത്തും ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 3 മിനിറ്റും കൂടെ മൂടി വെച്ച് വേവിക്കുക കേട്ടോ. എൻ്റെ പൊന്നോ, അത് കഴിഞ്ഞ് വന്ന മണം നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. സംഭവം കിടു. ഇത് ചെയ്തില്ലെങ്കിൽ ഒരു നഷ്ടം തന്നെ കേട്ടോ.